പാകിസ്ഥാൻ്റെ സൈന്യാധിപനായിട്ടുള്ള അസിം മുനീറിന് തൻ്റെ സ്ഥാനവും പദവിയുമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. പാകിസ്ഥാൻ്റെ ഭരണഘടന അനുസരിച്ച് ഫീൽഡ് മാർഷൽ എന്ന പദവിക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആകാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആകാൻ കൊതിക്കുന്ന അസിം മുനീറിന് അത് സാധിക്കുന്നില്ല എന്നുള്ള സംശയം അദ്ദേഹത്തിന് തന്നെയുണ്ട്. അതുകൊണ്ട് ഭരണഘടനയിൽ ഭേദഗതി വരുത്തണം. ഫീൽഡ് മാർഷൽ പദവി എന്ന് പറയുന്നത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ ലഭിക്കുന്നത് പോലെയുള്ള ഒരു ഭരണഘടന പദവിയാക്കി മാറ്റണം. ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യണമെന്നാണ് ഫീൽഡ് മാർഷലിൻ്റെ ഒരു നീക്കം, അല്ലെങ്കിൽ ഈ പറയുന്ന അസിം മുനീറിൻ്റെ ഒരു നീക്കം. അപ്പോൾ സുരക്ഷിതവും ദീർഘിപ്പിച്ചതുമായ ഒരു സ്ഥാനം നേടിയെടുക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു. ഭരണഘടനാ ഭേദഗതി വരുത്തുന്ന കാര്യം പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് തന്നെ PPP അധ്യക്ഷനായിട്ടുള്ള ബിലാവൽ ഭൂട്ടോയോട് പറയുന്നു. അപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെയൊക്കെ പിന്തുണ കൂടി ഇതിന് വേണം. ഇവിടെ ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്താൽ നിലവിൽ ഈ പറയുന്ന ജഡ്ജിമാരുടെ, ഭരണഘടനാ കോടതിയിലെ ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രണമൊക്കെ കിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് സായുധ സേനയുടെ നിയന്ത്രണം, കമാൻഡ് എന്നിവ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൂടി സർവ്വസൈന്യാധിപനിലേക്ക് എത്തണം. ഇതാണ് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതാണ് ബിലാവൽ ഭൂട്ടോയോട് ഈ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പറയുന്നത്. അങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ ഈ ബിലാവൽ ഭൂട്ടോ ഇത് സംബന്ധിച്ച് ഒരു ട്വീറ്റ് ചെയ്തു. ഈ ട്വീറ്റിലൂടെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്ന കാര്യം പാകിസ്ഥാനിലെ ജനങ്ങളും ഒപ്പം ലോകവും തിരിച്ചറിയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന അസിം മുനീർ ഈ മാസം 26, 28 തീയതികൾക്കുള്ളിൽ തന്നെ വിരമിക്കേണ്ടതാണ്. ആ വിരമിക്കാനുള്ള നീക്കം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത തന്ത്രപരമായ ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ വിവാദപരമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ സൈനിക മേധാവിയുടെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി വർദ്ധിപ്പിച്ചു. കൂടാതെ 64 വയസ്സ് എന്ന പ്രായപരിധിയുടെ നിബന്ധനയും എടുത്തു കളഞ്ഞു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഭരണഘടനയുടെ 27ാം ഭേദഗതിയാണ് നടക്കാൻ പോകുന്നത്. അതേതാണ്ട് പാസ്സാകുമെന്ന് ഉറപ്പാണ്. കാരണം നിലവിൽ പാകിസ്ഥാനിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് അസിം മുനീർ തന്നെയാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് അസിം മുനീറിനോട് അത്ര പ്രതിബദ്ധതയില്ല. കാരണം ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിനുള്ള കാരണമെല്ലാം തന്നെ സൃഷ്ടിച്ചത് ഈ പറയുന്ന അസിം മുനീറാണ്. ഒരു കാര്യവുമില്ലാതെ ഞങ്ങളുടെ കഴുത്തിലെ ധമനികളാണ് ഈ പറയുന്ന ഇന്ത്യ, കാശ്മീർ എന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന അസിം മുനീറാണ്. കൂടാതെ ഇസ്ലാം മതവിശ്വാസികൾ ഹിന്ദു മതക്കാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകോപനം സൃഷ്ടിച്ചു. ഇതിനുശേഷമാണ് പഹൽഗാമിൽ കയറി ആക്രമണം നടത്തുകയും 26 നിരപരാധികളെ കൊല്ലുകയും ചെയ്തത്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് വഴിവെച്ചു. അങ്ങനെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. എന്തിന്? അവിടുത്തെ ജനജീവിതം പോലും മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. അവിടെ പട്ടിണി, ദാരിദ്ര്യം ഇതൊക്കെ തന്നെ വർദ്ധിച്ചു. ഇതുകൂടാതെ ഇപ്പോൾ ഈ അസിം മുനീർ പറയുന്നത് നിർണായകമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം നടത്തിയാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകും. അതായത് ആണവവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് യുദ്ധത്തിനൊന്നും വലിയ ഇടമില്ല, ഞങ്ങൾ ഇന്ത്യയെ കയറി ആക്രമിക്കും. അപ്പോൾ ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ, പ്രകോപനങ്ങളെയൊക്കെ തന്നെ വീക്ഷിക്കുന്നത്. ആ അസിം മുനീർ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകോപനത്തിന്, ഒരു യുദ്ധത്തിന് പോലും വഴിവെച്ചേക്കാമെന്നുണ്ട്. കാരണം ഈ സൈന്യത്തിൽ വലിയ സ്വാധീനം അസിം മുനീറിനെ ചെലുത്തണം. അപ്പോൾ സൈന്യത്തിൻ്റെ സ്വാധീനം കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങൾക്കൊന്നും അതിനോട് താല്പര്യമില്ലെങ്കിലും അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ അവരെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആർട്ടിക്കിൾ ഭേദഗതിയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭരണഘടന അനുസരിച്ച് ഫെഡറൽ ഗവൺമെൻറ്റിനാണ് സായുധ സേനയുടെ അധികാരം, അതുപോലെ തന്നെ കമാൻഡൊക്കെ. ഇത് ഇനി മാറ്റിയിട്ട് സൈന്യത്തിൻ്റെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് നീക്കം. അങ്ങനെ സൈന്യത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചാൽ ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കുന്നത്, അതായത് കരസേന, വ്യോമസേന, നാവികസേന മേധാവിമാരെ നിയമിക്കുന്നതിലുൾപ്പെടെ അന്തിമ തീരുമാനം ഫീൽഡ് മാർഷലിൻ്റേതാകും. അപ്പം 1973 ഒരു ഭരണഘടനാ ഭേദഗതി അവിടെ വന്നതിന് ശേഷം നിലവിൽ വന്നത്. അന്ന് ഇതിന് ശേഷം, അതായത് 1973 ശേഷം വരുന്ന ആദ്യത്തെ
ഫീൽഡ് മാർഷലാണ് അസീം മുനീർ. അങ്ങനെയുള്ള ഫീൽഡ് മാർഷലിന് പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും ഈ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇത് അസീം മുനീറിന് വലിയ ഭീഷണിയാണ്. തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് അദ്ദേഹം ഭയക്കുന്നു. അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത്തരം ഒരു നീക്കം നടത്താനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിയമകാര്യ സഹമന്ത്രിയായ അഖിൽ മാലിക് തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ഫീൽഡ് മാർഷലിന് കൂടുതൽ പദവിയും അധികാരങ്ങളും ഒക്കെ നൽകാൻ വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യണം. മാത്രമല്ല, ഒരു സൈനിക അട്ടിമറിയെ തുടർന്ന് അയൂബ് ഖാൻ അവിടെ പട്ടാളത്തിൻ്റെ തലവനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തി. ഇവിടെ അങ്ങനെ സൈനിക അട്ടിമറി നടത്താനൊന്നും അസീം മുനീർ താല്പര്യപ്പെടുന്നില്ല. പകരം ഭരണഘടനാ പദവിയുള്ള ഒരു വലിയ സ്ഥാനത്തേക്ക് കയറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം സൈനിക മേധാവിയുടെ ഒരു ഡ്യൂറേഷൻ, അയാളുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 3 വർഷം എന്നുള്ളത് 5 വർഷമാക്കി തിരുത്തി എഴുതി. അതുപോലെ 64 വയസ്സ് എന്ന് പറയുന്ന പ്രായപരിധിയും എടുത്തു കളഞ്ഞു. ഈ വർഷം അവസാനത്തോടെ റിട്ടയർ ചെയ്യുകയായിരുന്നെങ്കിൽ പിന്നീട് അസീം മുനീറിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ പാകിസ്ഥാനിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് പോലും ഈ അസീം മുനീറിനെയാണ് ചേർത്ത് പിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മുനീറാണ് യഥാർത്ഥ പാകിസ്ഥാൻ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല 3 തവണയാണ് ട്രംപിനെ കാണാനായിട്ട് വൈറ്റ് ഹൗസിലേക്ക് പോയത്. വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു ഉച്ചഭക്ഷണ വിരുന്നൊക്കെ നൽകുകയും ചെയ്തു. കൂടാതെ ഈ ട്രംപിനോടൊപ്പം പ്രതിരോധ നയം, അതുപോലെ തന്നെ വിദേശ ബന്ധം, സാമ്പത്തിക ആസൂത്രണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് ഷഹബാസ് ഷെരീഫ് അല്ല, മറിച്ച് അസീം മുനീറാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോടൊപ്പം പാകിസ്ഥാൻ സൈനിക മേധാവിയെ അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അമേരിക്കൻ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് അത്തരത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവുമായി വരുന്ന ഒരു സൈനിക മേധാവിക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരണം നൽകുന്നത്. അതും ഡൊണാൾഡ് ട്രംപിൻ്റെ ക്രെഡിറ്റിലേക്ക് മാറുന്നുണ്ട്. ഇത്തരത്തിൽ ട്രംപ് വലിയ സ്വീകരണം നൽകുന്നു. വലിയ സ്വാധീനം ചെലുത്താനായിട്ട് ട്രംപിൻ്റെ ഇടയ്ക്ക് സ്വാധീനം ചെലുത്താൻ അസീം മുനീറിന് സാധിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായിട്ട് മാറാൻ കഴിയും. പക്ഷേ ദുഷ്ടശക്തികളുടെ പിടിയിലാണ് അസീം മുനീർ എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് POKയിൽ ഉണ്ടാകുന്നതിന് സമാനമായ ജൻസി കലാപം അത് ലാഹോറിലേക്ക് ഉൾപ്പെടെ വ്യാപിക്കുന്നത് അടുത്ത കാലത്ത് സംഭവിച്ചേക്കാം. കൂടാതെ ഈ പറയുന്ന ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ അഫ്ഗാനെ പിന്തുണയ്ക്കുന്ന തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവിടുത്തെ വിമോചന സംഘടന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തേക്ക് മാറിയാൽ ബലൂജ് മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ വലിയ സംഘർഷം, അതായത് ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഈ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നീക്കം നടത്തുന്നതും. ഇത്തരത്തിലൊരു നീക്കത്തെ പാകിസ്ഥാൻ ജനത പൂർണ്ണമായിട്ടും അംഗീകരിക്കില്ല. പക്ഷേ നിയമപരമായ പദവിയില്ലാതെ ഫീൽഡ് മാർഷൽ ചുമതലയിൽ തുടരാൻ അത് തൻ്റെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കും. ഇതെല്ലാം തന്നെ അസീം മുനീർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ മാറ്റി സുരക്ഷിതവും വിപുലവുമായ അധികാരമുള്ള ഒരു സ്ഥാനം നേടിയെടുക്കാനായിട്ട് അസീം മുനീർ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയാണ് ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്തുകൊണ്ട് ഫീൽഡ് മാർഷലിന് പ്രസിഡന്റിനോളം പ്രധാനമന്ത്രിയോളം തുല്യമായ ഒരു പദവി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാനായിട്ട് ശ്രമിക്കുന്നതും. കാരണം ഒരു പട്ടാള അട്ടിമറിയിലൂടെ രാഷ്ട്രത്തിലെ പ്രസിഡന്റ് ആകാനല്ല അസീം മുനീർ ശ്രമിക്കുന്നത്, മറിച്ച് ഭരണഘടനാ രീതിയിൽ തനിക്ക് മുകളിലേക്ക് കയറി വരണം. ഇത് വളരെ തന്ത്രപരമാണ്. അപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ അടുത്ത് ഇക്കാര്യം ഷഹബാസ് ഷെരീഫ് പറഞ്ഞു, സഹായിക്കണം, കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ബിലാവൽ ഭൂട്ടോ ഇത് സംബന്ധിച്ച് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തു. ഈ ട്വീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ലോകം ഇതറിഞ്ഞു, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇതറിഞ്ഞു. അപ്പോൾ സുരക്ഷിതവും ദീർഘിപ്പിച്ചതുമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി, തൻ്റെ സ്ഥാനവും അധികാരവും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്യാനായിട്ട് അസീം മുനീർ തയ്യാറായി. മാത്രമല്ല ഇത് ഏതാണ്ട് പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അസീം മുനീറിനെ വെല്ലുവിളിക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ല. പട്ടാളത്തിലെ വലിയൊരു വിഭാഗം അസീം മുനീറിൻ്റെ കൂടെയാണ്. അങ്ങനെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കൈവശമുണ്ടായിരുന്ന സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും എല്ലാം തന്നെ സൈന്യത്തിലേക്ക് വരുന്നു. സൈന്യത്തിൻ്റെ സ്വാധീനം ജനങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ ഭരണത്തിൽ ഒക്കെ തന്നെ കൂടുതൽ വ്യക്തമാകാൻ പോകുന്നു. കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്.
എന്തായാലും സൈന്യത്തിൻ്റെ സ്വാധീനം വികസിപ്പിക്കാൻ വേണ്ടി അസീം മുനീർ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമാകുമോ, POK വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ലോകത്തിനുമുണ്ട്. അതിനെ എങ്ങനെ പാക് ഭരണകൂടം നേരിടാൻ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയും ഒരുപക്ഷെ പട്ടാള അട്ടിമറി നടത്താതെ ഭരണഘടനാ പദവിയിലൂടെ ഫീൽഡ് മാർഷലിൻ്റെ അധികാരം കാണിക്കാൻ അസീം മുനീർ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടായേക്കാം. ഒരുപക്ഷെ പല ആക്രമണങ്ങളും ചാവേർ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ നടന്നിട്ടുള്ള പാകിസ്ഥാനിൽ അതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. അത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ലോകവും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.